ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ച IPL ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കുകയാണ്. ലീഗ് ഘട്ടത്തിൽ ഇനി വെറും 12 മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. CSK, രാജസ്ഥാൻ, SRH എന്നീ 3 ടീമുകൾ ഓൾറെഡി സീസണിൽ നിന്നും എലിമിനേറ്റ് ആയപ്പോൾ ബാക്കിയുള്ള 7 ടീമുകൾക്കും ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകളുണ്ട്. ഓരോ ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ടേബിൾ 1-ാം സ്ഥാനത്താണ് ഗിൽ നയിക്കുന്ന GT. 11 മത്സരത്തിൽ നിന്നുമായി 16 പോയിന്റാണ് ടീമിനുള്ളത്. +0.793 എന്ന മികച്ച നെറ്റ് റൺ റേറ്റും ടീമിനുണ്ട്. ഇനി GTക്ക് 3 മത്സരങ്ങൾ ബാക്കിയുള്ളപ്പോൾ അതിൽ ഒരു വിജയം മതി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ. ഡൽഹി, LSG, CSK ടീമുകൾക്കെതിരെയാണ് GTയുടെ മത്സരം. നിലവിലെ സാഹചര്യത്തിൽ GT ക്വാളിഫയർ 1 കളിക്കാൻ തന്നെയാണ് സാധ്യത. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിലവിൽ GTയെ പോലെ തന്നെ 11 മത്സരത്തിൽ 16 പോയിന്റാണ് RCBക്ക് ഉള്ളത്. +0.482 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് RCBക്ക് ഉണ്ട്. ബാക്കിയുള്ള 3 മത്സരത്തിൽ ഒരു വിജയമാണ് RCBക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടത്. KKR, LSG, SRH ടീമുകൾക്കെതിരെയാണ് ഇനി മത്സരം. RCBയുടെ നിലവിലെ ഫോം വെച്ച് ക്വാളിഫയർ 1 തന്നെ കളിക്കാനാണ് സാധ്യത. പഞ്ചാബ് കിങ്സ് 11 മത്സരത്തിൽ 15 പോയിന്റാണ് നിലവിൽ പഞ്ചാബിനുള്ളത്. +0.376 എന്ന മികച്ച നെറ്റ് റൺ റേറ്റും. 3 മത്സരം ബാക്കി നിൽക്കെ ഒരു വിജയം പ്ലേ ഓഫ് ഓൾമോസ്റ്റ് ഉറപ്പിക്കുമെങ്കിലും 2 വിജയം പഞ്ചാബിന്റെ പ്ലേ ഓഫ് ഉറപ്പാക്കും. രാജസ്ഥാൻ, ഡൽഹി, മുംബൈ ടീമുകൾക്കെതിരെയാണ് ഇനി മത്സരം. പഞ്ചാബിന്റെ ഇനിയുള്ള 3 മത്സരവും ജയ്പൂരിൽ ആണെന്നുള്ളതും നിലവിലെ ടീമിന്റെ ഫോം വെച്ചും ആദ്യ 4-ൽ പഞ്ചാബ് ഉണ്ടാകും. മുംബൈ ഇന്ത്യൻസ് നിലവിൽ 12 കളിയിൽ നിന്നുമായി 14 പോയിന്റാണ് മുംബൈക്കുള്ളത്. ഇതിൽ മുംബൈ 12 കളി കളിച്ചു എന്നത് മുംബൈക്ക് തിരിച്ചടിയാകുമ്പോൾ +1.156 എന്ന സീസണിലെ തന്നെ ബെസ്റ്റ് നെറ്റ് റൺ റേറ്റ് ടീമിനാണുള്ളത്. ബാക്കിയുള്ള 2 മത്സരത്തിൽ 2 വിജയമാണ് മുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടത്. ഒരു വിജയം മാത്രം നേടാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ മറ്റു ടീമുകളുടെ കളിയുടെ വിധി പോലെ ഇരിക്കും കാര്യങ്ങൾ. പഞ്ചാബ്, ഡൽഹി തുടങ്ങി ശക്തരായ ടീമുകൾക്കെതിരെയാണ് മുംബൈയുടെ ബാക്കി 2 മത്സരം. ഡൽഹി ക്യാപിറ്റൽസ് സീസണിലെ ഏറ്റവും മികച്ച തുടക്കത്തിന് ശേഷം നിലവിൽ 11 കളിയിൽ നിന്നുമായി 13 പോയിന്റാണ് ഡൽഹിക്കുള്ളത്. +0.362 എന്ന നെറ്റ് റൺ റേറ്റും ഡൽഹിക്കുണ്ട്. ബാക്കിയുള്ള 3 മത്സരത്തിൽ 3 വിജയമാണ് ഡൽഹിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ളത്. 2 വിജയമാണെങ്കിൽ മറ്റു ടീമുകളുടെ കളിയുടെ വിധി കൂടെ നോക്കേണ്ടി വരും. GT, മുംബൈ, പഞ്ചാബ് തുടങ്ങിയ സീസണിലെ ടോപ്പ് ടീമുകൾക്കെതിരെയാണ് മത്സരം എന്നതുള്ളതാണ് ഡൽഹിക്കുള്ള പ്രശ്നം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 12 മത്സരത്തിൽ 11 പോയിന്റാണ് നിലവിലെ ചാമ്പ്യന്മാർക്കുള്ളത്. +0.193 എന്ന നെറ്റ് റൺ റേറ്റും ടീമിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബാക്കി വരുന്ന 2 മത്സരം വിജയിച്ചാലും 15 പോയിന്റാണ് ടീമിന് നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ബാക്കിയുള്ള 2 മത്സരം തോൽക്കുകയും ഡൽഹി മുംബൈക്കെതിരെ വിജയിക്കുകയും ബാക്കി ടീമുകൾക്കെതിരെ തോൽക്കുകയും ചെയ്താൽ മാത്രമാണ് കൊൽക്കത്തയ്ക്ക് ഇനി സാധ്യതയുള്ളൂ. RCB, SRH എന്നീ ടീമുകൾക്കെതിരെയാണ് ഇനി KKRന് മത്സരം. ലക്നൗ സൂപ്പർ ജയൻസ് 11 കളിയിൽ നിന്നുമായി 10 പോയിന്റാണ് നിലവിൽ ലക്നൌവിനുള്ളത്. -0.469 എന്ന മോശം നെറ്റ് റൺ റേറ്റാണ് LSGക്ക് ഉള്ളത്. ഇനിയുള്ള 3 മത്സരവും വലിയ വിജയം വിജയിക്കുക, നെറ്റ് റൺ റേറ്റ് ഉയർത്തുക എന്നതാണ് LSGക്ക് മുൻപിലുള്ള ആദ്യ കടമ്പ. എന്നാലും 16 പോയിന്റിൽ മാത്രമേ ടീമിന് എത്താൻ സാധിക്കൂ. ഇതുകൊണ്ട് തന്നെ KKRനെ പോലെ മുംബൈ 2 മത്സരത്തിന് തോൽക്കുകയും ഡൽഹി മുംബൈയോട് മാത്രം വിജയിച്ചു ബാക്കി മത്സരം തോൽക്കുകയും KKR 1 മത്സരം തോൽക്കുകയും ചെയ്യണം LSGക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ. 12 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് നിലവിലെ സാഹചര്യം. ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം മത്സരം തുടങ്ങുമ്പോൾ എങ്ങനെയാകും ഓരോ ടീമിന്റെ പെർഫോമൻസ് എന്നത് ഇൻട്രസ്റ്റിംഗ് ആയി നോക്കേണ്ട ഒന്നാണ്. കളിച്ചുകൊണ്ടിരുന്ന ആ മൊമെന്റം പോവുകയും പല താരങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നതും ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് തിരിച്ചടിയാണ്.